അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച് ഒരു ഡസനിലേറെ നേതാക്കൾ രംഗത്തെത്തുകയും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ KPCC അധ്യക്ഷരെ കണ്ടെത്തുന്ന പ്രക്രിയ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ വലിയ വെല്ലുവിളി ഉണർത്തുന്ന തരത്തിലേക്ക് മാറിയത്. അതിനിടെയാണ് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ പാതി വഴിയിൽ വഴിമുട്ടിയത്. പക്ഷേ അതിനിടയിലും സംസ്ഥാനത്തെ രണ്ട് പ്രബല വിഭാഗങ്ങൾ, അതായത് മുഖ്യമന്ത്രി VD സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും KC വേണുഗോപാൽ പക്ഷവും അതിശക്തമായി രണ്ട് പേരുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. നിലവിൽ മാവേലിക്കരയിൽ നിന്നുള്ള MP കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി VD സതീശൻ പക്ഷവും അതേസമയം മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ MLAയ്ക്ക് വേണ്ടി KC വേണുഗോപാൽ പക്ഷവും അവസാനവട്ട സമ്മർദ്ദവും ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. രണ്ടു പേർക്കും അവരുടെ മെറിറ്റുകളുണ്ട്. ആ മെറിറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരു നേതാക്കളെയും പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ സമ്മർദ്ദം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. തർക്കത്തിലേക്ക് വഴിവെക്കാതെ മുഴുവൻ സമയ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ അടിയന്തരമായി തന്നെ നിയോഗിക്കണം. കാരണം പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഒരു ഏകോപനമില്ലാത്തത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ തർക്കങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായി മുഴുവൻ സമയ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ നിയോഗിക്കണമെന്ന നിലപാട് AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ദീപാദാസ് മുൻഷി അറിയിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അക്കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഇന്നോ നാളെയോ മടങ്ങിയെത്തുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞ വിവരങ്ങൾ. അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിന് മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയാൽ ഉടൻ ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കും. ആരുടെ നിലപാടിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക? അതായത് മുഖ്യമന്ത്രിയായ VD സതീശന് കൂടി സ്വീകാര്യതയുള്ള ഒരാളെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഉണ്ടാകുക. കാരണം പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഒരു ഏകോപനം ഉണ്ടാകണമെങ്കിൽ പാർട്ടിക്കും അതോടൊപ്പം സർക്കാരിനും ഒരുപാട് സ്വീകാര്യതയുള്ള ആളായിരിക്കണം പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷനെയാണ് വേണ്ടത് എന്നുള്ളതാണല്ലോ ഒരു പൊതുവായ അഭിപ്രായം. നിലവിൽ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഏറ്റവും മുൻനിരയിലുള്ള പേരുകൾ പരിശോധിച്ചാൽ പോലും അവർ മറ്റു പദവികൾ കൂടി അലങ്കരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ മാത്യു കുഴൽനാടനാകട്ടെ, അതല്ല എങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് വരുന്നുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് വരുന്നുണ്ട്, ആന്റണിയുടെ പേര് വരുന്നുണ്ട്, ബെന്നി ബെഹനാൻ്റെ പേര് വരുന്നുണ്ട്. ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ കൂടിയാണ്. മറ്റ് ചില പേരുകൾ, പ്രത്യേകിച്ച് ജോസഫ് വാഴക്കനെ പോലെയുള്ള പേരുകൾ, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് കരുതിയിരുന്നു, പിന്നീട് അത് വെട്ടിമാറ്റിയ സാഹചര്യമൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ ആ പേരുകളെല്ലാം മാറി ഏതാണ്ട് അന്തിമ പട്ടികയിലേക്ക് എത്തുമ്പോഴും ഈ ജനപ്രതിനിധികൾ തന്നെയാണ് അധ്യക്ഷൻ ആവുക എന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഡാൻ, അവിടെയാണ് ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഹൈക്കമാൻഡ് തേടിയിരിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി നിർണായകമായി മാറുക. അതോടൊപ്പം നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ അഭിപ്രായം കൂടി ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന നിലപാടും ഈ വിഷയത്തിൽ നിർണായകമായി മാറും എന്ന് തന്നെയാണ് വിവരം. അങ്ങനെയെങ്കിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം? അവിടെ കഴിവും കാര്യപ്രാപ്തിയും മാത്രം പരിഗണിച്ചാൽ മതി, അല്ലെങ്കിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലുള്ള ഒരു അക്സെപ്റ്റൻസ് മാത്രം, പൊതു സ്വീകാര്യത മാത്രം പരിഗണിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് അവർ ഇരട്ട പദവികൾ വഹിക്കുന്നുണ്ടോ, അതിലേക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് ഭൂരിപക്ഷം നേതാക്കളും. പക്ഷേ ജോസഫ് വാഴക്കനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹം ഒരു പദവിയും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പദവിയും ഇല്ലാതെ നിൽക്കുന്ന ഒരാളെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സൗകര്യമുണ്ടാക്കുക. അതുകൊണ്ട് അത്തരത്തിലൊരു പരിഗണനയിലേക്ക് കടക്കണമെന്ന നിലപാട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകം. കാരണം ഈ തർക്കം ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി അതിൽ തീർപ്പ് കൽപ്പിക്കും. കാരണം അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അനന്തമായി ഈ തർക്കങ്ങൾ ഇങ്ങനെ തുടരാൻ കഴിയില്ല, അനിശ്ചിതത്വം തുടരാൻ കഴിയില്ല. അതിനിടയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ വിമർശനങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യം ഒരു പേരിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വവും പ്രാധാന്യം കൊടുക്കുന്നത് പാർട്ടിയെ
ഈ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കാനും കഴിയുന്ന ഒരു അധ്യക്ഷനെ ആവണം ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് എന്നതിന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഇരട്ട പദവി പോലെയുള്ള വിഷയങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് ഈ ഘട്ടത്തിൽ തീർച്ചയായും ആ നിലയിലാണ് എങ്കിൽ പോലും ഇപ്പോൾ തന്നെ KC പക്ഷവും VD സതീശനും ചിലർക്ക് വേണ്ടി നിലപാടുകൾ കർക്കശമാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഡാനിലേക്ക് വരാം. അതിനു മുമ്പ് ഡാൻ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, നിലവിലെ KPCC അധ്യക്ഷന്റെ പ്രതികരണം കൂടി വിലപ്പെട്ടതായി മാറും. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന. ഇതാ KPCC അധ്യക്ഷൻ എന്താണ് പറഞ്ഞത് എന്ന് കൂടി കേൾക്കാം. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴെത്തും, എന്ത് തീരുമാനം എപ്പോൾ? വൈകാതെ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉചിതമായ തീരുമാനം തക്ക സമയത്തുണ്ടാവും. യെസ്, മറ്റു കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാൻ അദ്ദേഹം തയ്യാറായില്ല ഡാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇതൊക്കെ ഈ നിലയിൽ പ്രതികരിക്കുമ്പോഴും ഇപ്പോൾ തന്നെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വാദിക്കുന്നവർ, അതല്ല എങ്കിൽ മാത്യു കുഴനാടിന് വേണ്ടി വാദിക്കുന്നവർ, അവിടെ നമുക്കറിയാം ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്തടക്കം VD സതീശനിലേക്ക് ഒടുവിൽ നേതൃത്വം എത്തിയത് എന്തു പശ്ചാത്തലത്തിലായിരുന്നു എന്നുള്ളത്. പക്ഷേ മറ്റ് നിയമനങ്ങൾ, പ്രത്യേകിച്ച് സംഘടനാ തലത്തിലുള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഗ്രൂപ്പുകൾക്ക് പ്രബലമായൊരു സ്ഥാനമുണ്ടല്ലോ. പ്രത്യേകിച്ച് KC പക്ഷത്തിൻ്റെ നിലപാട്, അതിനെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയായിരിക്കും നേതൃത്വം കാണാൻ പോകുന്നത്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാൻ? മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ, കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിയ ഉലച്ചിലുകൾ നമുക്കറിയാം. കേരളം മുഴുവൻ അത് കണ്ടതാണ്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ആ ഒരു സാഹചര്യത്തിന് ഇപ്പോഴും ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടില്ല. ആ പ്രതിസന്ധിയും ആ സാഹചര്യവും രാഷ്ട്രീയമായി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സർക്കാരിനും പാർട്ടിക്കും, സർക്കാരെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി, അതിൻ്റെ തലവനായ മുഖ്യമന്ത്രി VD സതീശനും കോൺഗ്രസ് നേതൃത്വത്തിനും ഒരുപോലെ സ്വീകാര്യതയുള്ള ഒരു മുഖം അധ്യക്ഷ പദവിയിലേക്ക് വരിക എന്നതാണ് നിലവിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഒരാളെ, അതായത് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ KC വേണുഗോപാൽ പക്ഷം, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയിലെ പ്രബല വിഭാഗം, അവർ മുമ്പോട്ട് വെക്കുന്ന പേര് സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ എത്ര കണ്ട് അംഗീകരിക്കുമെന്നതാണ് ആദ്യത്തെ പ്രശ്നം. അതല്ല, VD സതീശൻ മുമ്പോട്ട് വെക്കുന്ന പേര് മറുവിഭാഗം എത്ര കണ്ട് അംഗീകരിക്കുമെന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇങ്ങനെ ഒരു ഈഗോ ക്ലാഷ് അവിടെ സ്വാഭാവികമായി ഉരുത്തിരിയും. അവിടെ ഈ വിഷയത്തിലൊരു തീർപ്പ് കൽപ്പിക്കുക രാഹുൽ ഗാന്ധിയുടെ ഇടപെടലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, രാഹുൽ ഗാന്ധി ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് വെക്കുന്ന ഒരു പേര് അംഗീകരിക്കാൻ എല്ലാവരും നിർബന്ധിതമാകും. അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന പരിഗണന വിഷയം, പ്രയോറിറ്റി ഏത് തരത്തിലായിരിക്കും? ഈ കഴിവിനും കാര്യപ്രാപ്തിക്കും പാർട്ടിയെ ചലനാത്മകമായി നയിക്കാനും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന ഒരൊറ്റ പ്രിഫറൻസിലായിരിക്കുമോ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക? അതോ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അദ്ദേഹം പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത നന്നേ കുറവാണ്. സംഘടനാ തലത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന നിലപാടിലായിരിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. അവിടെ ആർക്ക് നറുക്ക് വീഴും എന്ന ഒരു ചോദ്യത്തിന് മാത്രമേ ഇനി ഉത്തരം വ്യക്തമാകേണ്ടതുള്ളൂ. യെസ്, തീർച്ചയായും പുതിയ KPCC അധ്യക്ഷൻ ആര് എന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അന്തിമ പട്ടികയിലേക്ക് പേരുകൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി മടങ്ങി എത്തിയാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.